കൂടത്തായി കൊലപാതകത്തിൽ പ്രതി ജോളി ജോസഫിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കുറ്റകൃത്യം നടന്ന സ്ഥലം പുതിയ അഭിഭാഷകനൊപ്പം സ്ഥലം സന്ദർശിക്കണമെന്നായിരുന്നു ജോളിയുടെ ആവശ്യം. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, എന്തുകൊണ്ടാണ് കോടതി ജോളിയുടെ ഹർജി തള്ളിയത്? അജി, കൂടത്തായി കൊലപാതക കേസിൽ മുൻ ഭർത്താവ്, ആദ്യ ഭർത്താവ് റോയ് തോമസ് ഉൾപ്പെടെ കുടുംബത്തിൽ 6 പേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ നിലവിൽ വിചാരണ തുടരുകയാണ്. ആ കേസിൽ നേരത്തെയുള്ള അഭിഭാഷകൻ മരിച്ചൊരു സാഹചര്യത്തിൽ പുതിയ അഭിഭാഷകനെ ജോളി വെക്കുകയും ചെയ്തിരുന്നു. ആ അഭിഭാഷകനൊപ്പമാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ആ സ്ഥലം വിശദമായി സന്ദർശിച്ച് പുതിയ വാദങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു അപേക്ഷ ജോളി ജോസഫ് ഈ കേസിന്റെ വിചാരണ നടക്കുന്ന കോഴിക്കോട് സ്പെഷ്യൽ കോടതിയിൽ വെച്ചത്. അന്ന് ആ ഹർജി വിചാരണ കോടതി തള്ളുകയും ചെയ്തിരുന്നു. അതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആ ഹർജി ഇന്നാണ് ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ ഇതിൽ ഉന്നയിച്ച ചില കാര്യങ്ങൾ, വിചാരണ ഏറെക്കുറെ അന്തിമഘട്ടത്തിലാണ്. അതിൽ 124ഓളം വരുന്ന സാക്ഷികളെ വിസ്തരിക്കുകയും വളരെ വിശദമായ വാദം കേട്ടുകൊണ്ടിരിക്കുകയുമാണ്. മാത്രമല്ല ഒരുപക്ഷെ വരാനിരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികൾ പൂർത്തിയാകും. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ വാദങ്ങൾ തീർത്തും ബാലിശമാണ്. മാത്രമല്ല അത് ഈ കേസിന്റെ മെറിറ്റിനെ തന്നെ ഇല്ലാതാക്കാൻ, വിചാരണ വൈകിപ്പിക്കാൻ, അങ്ങനെ ഒരു വിശദമായ ഗൂഢാലോചനയുടെ കൂടി ഭാഗമാണ് ഇപ്പോഴുള്ള ഈ അപേക്ഷ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ആ വാദം പൂർണ്ണമായി കോടതി അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിചാരണ കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് ഒരു വാദം മുന്നോട്ട് വെച്ചത്, ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മാത്രമല്ല കൂടുതലായ ചെലവുകളൊക്കെ ഉണ്ടാക്കും. ആ വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അന്ന് ഹർജി തള്ളിയത്. ആ വാദം ഇപ്പോൾ ഹൈക്കോടതിയും ശരിവെക്കുന്നു. അതായത് വിചാരണ കോടതിയുടെ നടപടി തെറ്റാണ് എന്ന്, ആ ഹർജി തള്ളിയ നടപടി തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ആ വാദത്തെ പൂർണ്ണമായും, അല്ലെങ്കിൽ ആ നടപടിയെ പൂർണ്ണമായും ഹൈക്കോടതിയും ശരിവെക്കുകയാണ്. മാത്രമല്ല നീതിയുക്തമായ ഫെയർ ആയ ഒരു ട്രയലിനുള്ള അവകാശത്തെ ഇത് ഹനിക്കുന്നു എന്നായിരുന്നു ജോളി ജോസഫിന്റെ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ വാദവും ഹൈക്കോടതി തള്ളി. വ്യക്തമാണ്. മുജിതബ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും.